നമസ്കാരം. ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ദിനമാണ് ഇന്നത്തെ പകൽ. കാരണം ഇന്നാണ് ട്രംപിന്റെ വെടിനിർത്തൽ കാലാവധി തീരുന്ന ദിവസം. ഇന്നത്തെ ദിവസത്തിനുള്ളിൽ ഇറാൻ അമേരിക്ക പറയുന്നത് പോലെ വരച്ച വരയിൽ നിന്ന് ഒപ്പിട്ട് ട്രംപ് പറയുന്നതെല്ലാം തെറ്റാതെ കൃത്യമായി അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇറാൻ മൊഴി നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറാനെ ചുട്ട് ചാമ്പലാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ഇനി നോട്ടമൊന്നുമില്ല. ഇനി ഞാനങ്ങ് ചെയ്യാണ്. ഹോർമോസ് ഞങ്ങൾ പിടിച്ചടക്കുന്നു, ഇറാന്റെ എണ്ണ ശേഖരം മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കും, ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവും യുറേനിയം എല്ലാം ഞങ്ങൾ കൈയടക്കും. അതായത് ഇറാൻ എന്ന ഒരു രാജ്യം ഇനി ഉണ്ടാവില്ല, എല്ലാം അമേരിക്കയുടെ അധീനത്തിലുള്ള ഒരു രാജ്യമാക്കി മാറ്റും. ഇറാന്റെ ഭരണാധികാരികളെയൊക്കെ തല്ലിക്കൊല്ലും. ഇതിനു മുമ്പ് കൊന്ന് പരിചയമുണ്ടല്ലോ. ഇതൊക്കെ ചെയ്യും എന്ന് ഭീഷണി മുഴക്കിയത്. ഈ ഭീഷണി ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഇറക്കുന്നതാണ്. പക്ഷെ 2 ആഴ്ച മുമ്പ് ഇതൊരു അന്ത്യശാസ്ത്രമാണ്, ഇതിൽ കുലുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവർ ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, ആരും ആവശ്യപ്പെടാതെ ട്രംപ് നീട്ടിയിരിക്കുന്നു അനിശ്ചിതകാല വെടിനിർത്തൽ. അതായത് വെടിനിർത്തൽ നീട്ടി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്രംപ്. അത് എത്ര കാലത്തേക്കാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം JD വാട്സൺ എയർപോർട്ട് വരെ എത്തിയതാണ് ഇറാനുമായുള്ള ചർച്ചയ്ക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ. പക്ഷെ പാകിസ്ഥാനിനെ വിളിച്ചപ്പോൾ ഇറാൻ വരില്ല എന്നാണ് അറിയിച്ചത് എന്ന്. അതായത് ഇറാന്റെ നിലപാട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളെ വരുതിക്ക് കൊണ്ടുവരാമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ പല രാജ്യങ്ങളെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടാകും, പല രീതിയിൽ നിങ്ങൾ പലരും നശിപ്പിച്ചിട്ടുണ്ടാകാം, പല രാജ്യങ്ങളെയും നിങ്ങൾ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടാകാം, ആ രാജ്യത്തെ പൗരന്മാരെയെല്ലാം നിങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ടാകും. പക്ഷെ ആ പണി നിങ്ങൾ ഇറാന്റെ അടുത്ത് എടുക്കണ്ട. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആത്മാഭിമാനമുള്ള രാജ്യമാണ്. ആ അഭിമാനം നിങ്ങളുടെ കാലിനടിയിൽ കൊണ്ടുവന്ന് വെക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തോളാം. ഇതായിരുന്നു ഇറാന്റെ നിലപാട്. അതുകൊണ്ട് ഭീഷണിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഏതെങ്കിലും കരാറിൽ ഒപ്പുവെക്കാൻ നിങ്ങൾ കരുതണ്ട. ഭീഷണിയുടെ സ്വരം കൊണ്ട് മാറ്റിവെച്ചിട്ട് നിങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം തിരുത്തി ഞങ്ങൾ പറയുന്നിടത്തേക്ക് വാ, എങ്കിൽ നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണ് ഇറാൻ പറയുന്നത്. അവിടെ ട്രംപ് തോറ്റു തുന്നം പാടിയിരിക്കുക. ചിലർക്ക് മാത്രം, നമ്മുടെ കേരളത്തിലുള്ള ചില മാധ്യമ പ്രവർത്തകർക്കും ചില യൂട്യൂബേഴ്സിനും മറ്റു ചില സംഘടനകൾക്കും മാത്രം ഇത് മനസ്സിലായിട്ടില്ല. പക്ഷെ ലോകത്തിന് മനസ്സിലായി ഇറാൻ ഒരു ഒന്നൊന്നര സംഭവമാണ്. അമേരിക്കയെ പിടിച്ചു കെട്ടാൻ ഇക്കാലത്തെ പൂച്ചയ്ക്കാര് മണി കിട്ടും എന്ന് ചോദിക്കല്ലോ, ആ മണി കെട്ടാൻ വേണ്ടി അമേരിക്ക എന്ന പൂച്ചയെ പിടിച്ച് മണികെട്ടി കൂട്ടിലിടാൻ വേണ്ടി ഇറാനെ തയ്യാറാക്കി ഇറക്കിയതാണ് എന്ന്. ഇനിയിപ്പോൾ ഉള്ളൊരു സമാധാനം എത്ര കാലത്തേക്കാണ് വെടിനിർത്തിയത് എന്ന് ആരും അറിയേണ്ടതില്ല, ചോദിക്കേണ്ടതില്ല എന്നാണ്. കാരണം ട്രംപാണ് വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചത്, അത് നീട്ടിയതും അദ്ദേഹം തന്നെയാണ്. ഇപ്പോ അനിശ്ചിതകാലമായിട്ട് എന്ന് വരെ എന്ന് പറയാതെ നീട്ടിയതും അദ്ദേഹം തന്നെയാണ്. ഇനി ഇതിനിടയിൽ ഒരുപക്ഷെ ചർച്ചകൾ നീണ്ടുപോയാൽ, ചർച്ചകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കാൻ ട്രംപിന് ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റേത് 2 ആഴ്ച അന്ത്യശാസനം കൊടുക്കുക, ആ 2 ആഴ്ചക്കുള്ളിൽ ഇറാൻ വന്നില്ല എങ്കിൽ നാണകെട്ട് പോണ ആരാ? അവിടെ ട്രംപ്. അതുകൊണ്ട് നിങ്ങളുടെ മുച്ചൂട് നശിപ്പിക്കും, ചുട്ട് ചാമ്പലാക്കുമെന്ന് ഭീഷണി മുഴക്കുമ്പോൾ ട്രംപിന്റെ ഭീഷണിയും അവരുടെ ആയുധബലവും കണ്ടുകൊണ്ട് മിക്കവാറും രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകാറുണ്ട്. ആ ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട്. അതായത് തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരല്പം പിന്നോട്ട് പോയിട്ട് കുറച്ചൊക്കെ വേണ്ടില്ല, കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളത് ഓക്കെ എന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ചർച്ചകളും ഒത്തുതീർപ്പ് ചർച്ചകളുമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് അതല്ല. ഞങ്ങളൊരു പരമാധികാര രാജ്യമാണ്, ഞങ്ങൾക്ക് ചില നിലപാടുകളുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ആരുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടാൻ വരുന്നില്ല, ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ നിങ്ങൾ തലയിടരുത്, ഞങ്ങൾ എപ്പോ തുമ്മണമെന്നും എപ്പോ നമ്മൾ കുളിക്കണമെന്നും ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നിങ്ങളുടെ മണ്ടയിൽ കയറാൻ വരുന്നില്ല എന്ന്. കയറാൻ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി ആരും അടിക്കണ്ട എന്നുള്ള നിലപാട് അംഗീകരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ചർച്ചയ്ക്ക് വന്നാൽ മതി എന്നാണ്. അത് മാത്രമല്ല, ആ ഹോർമൂസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ഹോർമൂസിനെ എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങളോട് വിലപേശാമെന്ന് നിങ്ങൾ കരുതണ്ട, അതിനും വേണ്ട എന്നാണ്. ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇറാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇങ്ങനെ നിലപാടെടുക്കുമെന്നും ഈ നിലപാടിൽ ഇങ്ങനെ കടുംപിടുത്തത്തോടെ ഉറച്ചു നിൽക്കുമെന്നും ഒരിക്കലും ട്രംപ് എന്നല്ല ആരും വിചാരിച്ചിരുന്നില്ല. ഹോർമൂസ് തുറന്നു കൊടുക്കുകയും ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നടക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതൊക്കെ നിർബാധം നടക്കുന്നുകൊണ്ട് അത് നിർത്തിവെച്ചിട്ടൊരു ചർച്ച ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ അവസാനം ഹോർമൂസിൽ എന്താ സംഭവിച്ചാൽ, ഇറാന്റെ കസ്റ്റഡിയിലാണ് ഹോർമൂസ് എന്നിരിക്കെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകളെ തടയിടുക. അതായത് ഹോർമൂസിലൂടെ ഒരു വാഹനം പോകണ്ട, അതായത് ഇറാൻ എണ്ണക്കച്ചവടം നടത്തണ്ട. ഇതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഹോർമൂസ് ശരിക്കും അടഞ്ഞിട്ടില്ല. ഹോർമൂസ് പൂട്ടി എന്ന് പറയുമ്പോഴും
യുദ്ധം തുടങ്ങിയ ഒരു ദിവസം പോലും ഹോർമൂസ് പൂട്ടിയിട്ടിരുന്നില്ല. ചില കണ്ടീഷനുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അമേരിക്കയോ അമേരിക്കയുടെ സഖ്യകക്ഷികളോ അതുവഴി എണ്ണ കൊണ്ടുപോകാൻ ഇറാൻ സമ്മതിക്കില്ല. ബാക്കിയുള്ളവർക്ക് കൊണ്ടുപോകാം. ബാക്കിയുള്ളവരെ ഇറാൻ പരിശോധിച്ച് ഉറപ്പുവരുത്തി പറഞ്ഞുവിടും. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ എണ്ണ കൃത്യമായി പോവുകയും തങ്ങളുടെ സഖ്യകക്ഷികളുടെ എണ്ണ പോകാതിരിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ എണ്ണയും പോണ്ട, ഇറാന്റെ എണ്ണയും പോണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അവരുടെ അധീനതയിലേക്ക് ഉപരോധം ഏർപ്പെടുത്തിയത്. എന്നാൽ ആ ഉപരോധത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ മാത്രം 27 കപ്പലുകളാണ് ഇറാനിൽ നിന്ന് എണ്ണയുമായി പോയത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അമേരിക്ക നോക്കി നിന്നതേ ഉള്ളൂ, തൊടാൻ പറ്റിയില്ല. അതിന് കാരണം കൊതുകുപട എന്നറിയപ്പെടുന്ന ഇറാന്റെ ചെറിയ സ്പീഡ് ബോട്ടുകളാണ്. ഈ സ്പീഡ് ബോട്ടുകൾ ഒന്നും രണ്ടുമല്ല, 100 കണക്കിന് സ്പീഡ് ബോട്ടുകളാണ് അവരുടെ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുന്നത്. ആ വിധത്തിൽ വരുന്ന ആ സ്പീഡ് ബോട്ടുകളെ അവർക്ക് റഡാറിൽ കാണാനും പറ്റുന്നില്ല. ആ കാരണത്താൽ അപകടം നേരിട്ട ശേഷമാണ് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അപകടം നേരിട്ടു എന്ന് അവർ അറിയുന്നത്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ ഇറാന്റെ ഭീഷണിയിൽ നിന്ന് മാറ്റി നിർത്താൻ തക്ക ദൂരത്തിലേക്ക് അവർക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അതായത് ഇറാൻ തീരത്തേക്ക് അമേരിക്കന്റെ യുദ്ധക്കപ്പലുകൾക്ക് വരാൻ കഴിയുന്നില്ല. ഇവിടെ ട്രംപിനെ ഏറ്റവും അധികം വലയ്ക്കുന്നത് ഇറാന്റെ നിലപാടാണ്. അതായത് അമേരിക്ക എന്തോ ചെയ്യട്ടെ, നിങ്ങൾ എന്തോ ചെയ്തോട്ടെ, വെറുതെ നമ്മൾ പറയുമല്ലോ, നിനക്ക് പറ്റുന്നത് നീ ചെയ്യ്, എനിക്ക് പറ്റുന്നത് ഞാൻ നോക്കാം എന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വെല്ലുവിളിച്ച് പറയാറുണ്ട്. പക്ഷെ ഇറാന്റെ നിലപാട് സുവ്യക്തമായും അങ്ങനെ തന്നെയാണ്. അമേരിക്ക എന്തോ ചെയ്തോട്ടെ, അവിടെ ഭീഷണി മുഴക്കുന്നുണ്ട്. ഞങ്ങൾ ഹോർമൂസ് കൈയടക്കാൻ പോവുകയാണ്, നിങ്ങളുടെ കപ്പലുകളെ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ്, നിങ്ങളെ ഇറാന് ഞങ്ങൾ ചുട്ടുകരിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ആണവ പരീക്ഷണ സംവിധാനങ്ങൾ മുഴുവൻ ഞങ്ങൾ തകർക്കാൻ പോവാണ് എന്നൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ ആയിക്കോട്ടെ, ചെയ്തോ എന്നാണ്. അല്ല, അയ്യോ അരുതേ എന്നൊരു നിലപാട് ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണ്ട, നമുക്ക് ചർച്ചയ്ക്കിരിക്കാം എന്ന് പറയുന്നില്ല. അതായത് നിങ്ങൾ പറയുന്നത് ചെയ്യൂ. ഭീഷണി എന്ന് പറയുന്നത് ഏത് വഴി ട്രംപ് മുടക്കിയിട്ടും ആ ഭീഷണികൾക്ക് തരുമ്പും വഴങ്ങുന്ന ഒരു ശീലം ഇറാനില്ല. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾക്കും ചെയ്യാം, ഞങ്ങളും ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തീർക്കാം, അടിച്ചു തീർക്കണമെങ്കിൽ അടിച്ചു തീർക്കാം. അതല്ല മര്യാദയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം നിർത്തി വെച്ചു വാ. മുഴുവൻ കാര്യങ്ങളും നിർത്തി എല്ലാം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ സമാധാന അന്തരീക്ഷത്തിൽ നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ പാ, അപ്പൊ നമുക്ക് ആലോചിക്കാം. അല്ലാതെ ഭീഷണിയും കൊണ്ട് ഈ വഴി വരണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ സംഭവിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അറേബ്യൻ രാജ്യങ്ങൾ ആകെ പ്രതിസന്ധിയിലാണ്, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ പ്രതിസന്ധിയിലാണ്. ഇപ്പൊ ദുബായൊക്കെ ആകെ കട്ടയടിച്ചിരിക്കുക. അവിടുത്തെ വലിയ വലിയ ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. മെയിൻ്റനൻസ് ആണ് എന്നാണ് പറയുന്നത്. ഒരു വർഷത്തേക്കൊക്കെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടിയിട്ടേക്കാണ്. അതായത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ദുബായ് അടക്കമുള്ള രാജ്യങ്ങൾ വരാൻ പോകുന്നത്. അവരെല്ലാവരും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി. അതായത് അവരുടെ രാജ്യത്തെ ജനങ്ങൾ, ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന ജനങ്ങൾ, അവിടുത്തെ പൗരന്മാർ, അവർ കൃത്യമായി നിലപാടെടുത്തു തുടങ്ങി. അമേരിക്ക എന്ന ഒരു രാജ്യം ഇനി നമുക്കിവിടെ വേണ്ട, ഗൾഫിൽ പ്രസൻസ് വേണ്ട. കാരണം അവരുടെ സ്വന്തം താവളങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവരുടെ താവളങ്ങൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് കൂടി, ഇവിടുത്തെ സമാധാനപരമായ ജീവിതത്തിന് കൂടി അപകടമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവരെ താങ്ങേണ്ട ആവശ്യം എന്ന നിലപാടിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നു. ആ ജനങ്ങളുടെ പിന്നാലെ അവരുടെ ഭരണാധികാരികളും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. അതായത് ഇറാനെ കയറി അടിച്ചു എന്നുള്ള ഒരു അഹങ്കാരം സാധാരണ മറ്റു രാജ്യങ്ങളെ തൊടുന്നത് പോലെ കയറി തൊട്ടതാണ്. ആ തൊടൽ അമേരിക്കയുടെ അപ്രമാദിത്വത്തിനും അതുപോലെ അന്ത്യത്തിനും, ആ ഒരു ഏകാധിപതിയുടെ ഒരു അന്ത്യം ഉണ്ടല്ലോ, ട്രംപ് എന്ന അല്ലെങ്കിൽ അമേരിക്കൻ ഭരണാധികാരി ലോകം അടക്കി വാഴും എന്നുള്ള ഒരു അഹങ്കാരം, ആ അഹങ്കാരം ശരിക്കും പൊളിച്ചടുക്കി കൊടുത്തു ഇറാൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. പാകിസ്ഥാനിലുള്ള ചർച്ച മുടങ്ങിയ സാഹചര്യത്തിൽ എന്നാണ് ഇനി അടുത്ത ചർച്ച എന്നുകൂടി തീരുമാനിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇറാൻ ആകട്ടെ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്, ട്രംപ് ആകട്ടെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലുമാണ്. പക്ഷേ പശ്ചിമേഷ്യ ഇപ്പോഴും അശാന്തിയിൽ തന്നെയാണ്. എന്നാണ് ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുക എന്ന് അറിയാൻ വയ്യ. അതിന് അമേരിക്ക തന്നെ വിചാരിക്കണം. അമേരിക്ക അവരുടെ നിലപാട് തിരുത്തണം. അമേരിക്ക നിലപാട് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. Different angles. Don't forget to subscribe and support this channel.